എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവത്തിന് തുടക്കമാവുകയാണ്. വലിയ ആഘോഷങ്ങൾക്ക് തിരികൊളുത്താൻ ഒരുങ്ങിയാണ് ആശീർവാദ് സിനിമാസ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തി. എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷെ എന്ന് വരും എന്നതായിരുന്നു എല്ലാവരുടെയും കൺഫ്യൂഷൻ. അത് തന്നെയാണ് അവർ പറയുന്നത്. ചുമ്മാതങ്ങ് വരികയല്ല, വലിയൊരു ആഘോഷം തന്നെ തീർത്തുകൊണ്ടാണ് അവരുടെ ഈ വമ്പൻ പ്രഖ്യാപനവും അതിനൊപ്പം തന്നെ അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റുകളിൽ ഒന്നായ എമ്പുരാന്റെ വരവും കൂടി അറിയിക്കുന്നത്. എമ്പുരാനോളം മലയാളത്തിൽ ഹൈപ്പ് ഉയർത്തിയിരിക്കുന്ന ഒരു ചിത്രമില്ല. വമ്പൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നത് തന്നെ അതിന് കാരണം. സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ അരങ്ങേറ്റമായിരുന്നു 2019 പുറത്തിറങ്ങിയ ലൂസിഫർ. മാർച്ച് 27 പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാന്റെ റിലീസ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ജനുവരി 26 വൈകിട്ട് 6 മണിക്ക് കൊച്ചിയിലെ ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചാണ് ടീസർ ലോഞ്ച്. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് എമ്പുരാൻ ടീസർ ലോഞ്ചിന് ഈ ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആശീർവാദിന്റെ ആദ്യ നിർമ്മാണ സംരംഭമായിരുന്ന നരസിംഹത്തിന്റെ റിലീസ് 2000 ജനുവരി 26 ആയിരുന്നു. മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ക്യാൻവാസിലാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴ് പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അവരെ വെൽക്കം ചെയ്യുക കൂടി ചെയ്യുകയാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഈ ടീസർ ലോഞ്ചിലൂടെ തന്നെ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തും. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2021 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ശക്തി കപൂർ, ഇന്ദ്രീത്, ബൈജു സന്തോഷ്, സാനിയയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ്. സുജിത് വാസുദേവ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. സംഗീതം ദീപക് ദേവ്, എഡിറ്റിംഗ് അഖിലേഷ് മോഹൻ എന്ന് തുടങ്ങുന്ന വലിയൊരു അണിയറ പ്രവർത്തകർ തന്നെ ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിന്റെ ടീസർ സെൻസർ ചെയ്ത വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പിന്നീടാണ് എന്ന് വരും എന്ന കാര്യം അവർ അറിയിച്ചിരിക്കുന്നത്. വലിയൊരു ആഘോഷത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും. ആശീർവാദിന്റെ സിൽവർ ജൂബിലി ആഘോഷം അതൊരു ഗംഭീര ചിത്രത്തെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വരുന്നു എന്നതാണ്. എമ്പുരാൻ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായി മാറുകയാണ് അവരുടേത്. അതിനിടയ്ക്കാണ് എമ്പുരാനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പ്രേക്ഷർ പോലും സോഷ്യൽ മീഡിയയിൽ എത്തിയത്. കാരണം എമ്പുരാൻ മികച്ച രീതിയിലായിരിക്കുമല്ലോ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഒരുക്കുക. കാരണം പൃഥ്വിരാജ് ആദ്യ ചിത്രമായ ലൂസിഫർ തന്നെ ഒരു സ്പെഷ്യൽ രീതിയിലാണ്, സ്പെഷ്യൽ ലെൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് വലിയ രീതിയിൽ ആ സമയത്ത് ചർച്ചയായിരുന്നു. അനമോർഫിക് പാറ്റേണിലും വ്യത്യസ്തമായ ഒരു ആസ്പെക്ട് റേഷ്യോയിലുമായിരുന്നു ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ആ പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് ഈ ചിത്രം എത്തുന്നുണ്ടോ എന്നതാണ് പൃഥ്വിരാജിനോട് പല പ്രേക്ഷകരും ചോദിച്ചത്. ഈ ചിത്രം ഐമാക്സ്, എപ്പിക് പോലുള്ള ഫോർമാറ്റുകളിലേക്ക് വരുന്നുണ്ടോ, ഫ്ലാറ്റ് റേഷ്യോ വെർഷനിലേക്ക് വരുന്നുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളുമായി പ്രേക്ഷകർ പൃഥ്വിരാജിന്റെ അടുത്ത് എത്തിയിരുന്നു. അതിന് പൃഥ്വിരാജ് മറുപടിയും കൊടുത്തു. താൻ ഈ ലൂസിഫറിന്റെ 3 പിക്ചർ ഫ്രാഞ്ചൈസിക്ക് അനാമോർഫിക് രീതിയിലുള്ള ആസ്പെക്ട് റേഷ്യോ ആണ് ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ലൂസിഫറിൽ എന്താണോ കണ്ടത് അതേ പാറ്റേണിൽ തന്നെയായിരിക്കും എമ്പുരാനും നമുക്ക് മുന്നിലേക്ക് എത്തുക. പക്ഷേ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞിരുന്നു. വ്യത്യസ്തതകൾ പല രീതിയിൽ പൃഥ്വിരാജ് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സിനിമ 3ഉം ലൂസിഫർ വന്ന ആ റേഷ്യോയിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് പൃഥ്വിരാജ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമ പരീക്ഷിക്കാത്ത പുതിയ രീതികളൊക്കെ പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിൽ എമ്പുരാൻ എടുത്തു വെച്ചിട്ട് റിലീസ് 2 മാസം മുന്നേ തന്നെ ഓൾ 3 ഫിലിംസ് ഓഫ് ദ ഫ്രാഞ്ചൈസി എന്നൊക്കെ പറയാൻ കാണിക്കുന്ന പൃഥ്വിയുടെ ഈ കോൺഫിഡൻസ് ആണ് സിനിമയിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പ്രേക്ഷകർ അതിനൊപ്പം തന്നെ പറഞ്ഞു വെക്കുകയാണ്. ബോക്സ് ഓഫീസ് ഒക്കെ അടിച്ചു തൂക്കി പറത്തിയിരിക്കും എന്നത് 101 തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ സിനിമാ ഗ്രൂപ്പുകളിൽ എത്തിയിരിക്കുന്നത് വലിയ കൗതുകം ജനിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കുറെ കൂട്ടരെത്തും, എന്തുകൊണ്ട് തുടരെ വന്ന സിനിമ റിലീസായില്ല, OTT പോലും ആളെടുക്കാനില്ലല്ലോ എന്ന രീതിയിൽ. അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടുകൂടിയാണ് പ്രേക്ഷകർ എത്തുന്നതും. തുടരും OTT എടുക്കാൻ ആളില്ല എന്നൊക്കെ തരത്തിൽ ഇപ്പോൾ ട്രോളൊക്കെ കാണുമ്പോൾ KGFലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ചോരയുടെ മണം കേട്ട് പിരാന മീനുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മാർച്ചിൽ ബോക്സ് ഓഫീസിൽ റാംപേജ് എന്തെന്ന് എല്ലാ 8 കുഞ്ഞുങ്ങളും അറിയും എന്ന് തുടങ്ങിയ ഡയലോഗുകളുമായി പ്രേക്ഷകർ തന്നെ എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ മലയാള സിനിമയുടെ OTT സെയിലുകളൊക്കെ വലിയ കഷ്ടത്തിൽ തന്നെയാണ്. അതിപ്പോ ഒട്ടുമിക്ക മലയാള സിനിമകളും തിയേറ്റർ റിലീസ് കഴിഞ്ഞ് വരുന്ന റിവ്യൂ നോക്കിയാണ് OTT റേറ്റ്സ് പോകുന്നത്. വൻ ഹൈപ്പിൽ വന്ന ടർബോ വരെ റിലീസ് കഴിഞ്ഞ് ആണ് OTT പോയത്. അപ്പോൾ കൊച്ചു സിനിമകളുടെ കാര്യം പറയാൻ ഉണ്ടോ എന്നും ഓർമ്മിപ്പിക്കുകയാണ് പ്രമുഖർ.